എൻ്റെ പൗർണമി എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും വിൻസി മയക്കുമരുന്ന് മറ്റേ വായിലിട്ട് വെള്ള സാധനം പവനായി ശവമായി ഓൺലൈൻ മീഡിയയും സാറ്റലൈറ്റ് മീഡിയ ഒക്കെ ശവങ്ങളായി പവനായി ആയിട്ട് വിൻസിയും മറ്റേ നമ്മുടെ ഷൈൻ ടോമും ഇതൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവർ വിരിഞ്ഞു. ഇതൊക്കെ പിന്നെ എന്ത് പ്രഹസനമാ എൻ്റെ വിൻസി അലോഷ്യസേ, എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിക്കണം. പക്ഷെ ഇപ്പൊ എന്ത് പ്രഹസനമാണ് വിൻസി എന്ന് ചോദിക്കണം. നാണം ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇതിനകത്ത് IC-ക്കകത്ത് തീർക്കണം. എന്തോന്ന് ഐ സി തീർക്കണമെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വന്നിരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്ന് ഇത്രയും കൂലങ്കഷമായിട്ട് വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അഭിനയിക്കില്ല, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എന്നെ ഭയങ്കരമായിട്ട് എന്നെ മറ്റേ സഹപ്രവർത്തകയും അങ്ങനെ എന്തായിരുന്നു ഒരു അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ അഭിനയിക്കുന്ന രീതിയിലാണ് വന്നിരുന്ന് അഭിനയിച്ചിരുന്നത്. എന്നാലും നിങ്ങൾ നല്ലൊരു ആക്ട്രസ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രശ്നം കാണിക്കാനായിരുന്നു പിന്നെ എന്തിനായിരുന്നു ഈ കൊലാഹലമൊക്കെ ഉണ്ടാക്കിയത്, അല്ലേ പൗർണമി? ശരിയാ. കാരണം വിൻസിയുടെ ഈ ഒരു വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ തീർച്ചയായിട്ടും ഓരോ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഒരാളെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ മനസ്സ് കാണിച്ചല്ലോ, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, അങ്ങനെ ഒരുപാട് സപ്പോർട്ട് വിൻസിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് പേർ പിന്തുണച്ചിരുന്നു. കാരണം വിൻസി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സിനിമാ മേഖല എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളിലുമുള്ള ഈ ഒരു ലഹരി ഉപയോഗം തടയണം എന്ന് തന്നെയാണ് ഒരു ഓൾമോസ്റ്റ് ഒരു 90% അല്ലെങ്കിൽ അതിൽ അധികമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ലഹരി ഉപയോഗിക്കാത്ത ആളുകൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമാ മേഖലയെ എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് സിനിമാ മേഖലയോട് വിരോധമുള്ളത് കൊണ്ടല്ല. തീർച്ചയായിട്ടും ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുമായിട്ട് പിടിക്കുന്ന ആളുകൾ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ അവർ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സിനിമാ മേഖലയെ എടുത്ത് പറയേണ്ടി വരുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി എന്നിവരുടെ പേരുകൾ അത്തരത്തിൽ പിടിച്ചൊരാളിൽ നിന്ന് വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും വിൻസി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിൻസിയുടെ വെളിപ്പെടുത്തലുകളിലൂടെ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വ്യക്തിയെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ട് മുന്നോട്ട് പോയതുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു സിനിമാ മേഖല നന്നാവണമെങ്കിൽ തുടർച്ചയായിട്ട് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ പേരുകൾ, അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ശ്രീനാഥ് ഭാസിയും അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയും തന്നെയാണ്. ഈ ഷൈൻ ടോം ചാക്കോയാണെങ്കിൽ കൊക്കൈൻ കേസരി അടുത്തിടെയാണ് എന്താ പറയുക റിലീസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് മോചനം നേടിയത്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ തൻ്റെ സഹപ്രവർത്തകയായ ഒരു യുവതി തന്നെ, ഒരു നടി തന്നെ അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമാ മേഖല ഒന്നും അടിച്ചു തളിക്കപ്പെടും അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗങ്ങൾ നിർത്തപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഇന്റേണൽ കമ്മിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമാ സംഘടനകൾക്കുള്ളിൽ തന്നെ അത് നിൽക്കണം എന്ന് തന്നെയായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പബ്ലിക്കിനെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തണ്ടായിരുന്നു. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുമായിട്ടും താൻ സഹകരിക്കില്ല, താൻ ജോലി ചെയ്യില്ല, താൻ അഭിനയിക്കില്ല. അപ്പം നിങ്ങളുടെ നിലപാടിനെ ശക്തമായി പിന്തുണച്ച ആളുകൾ ആരായി? ശരിക്കും ആ വിൻസി പറയുന്നു ഞാൻ ആഗ്രഹിച്ചത് പൊതുവെയുള്ള കാര്യമല്ല അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലുള്ള കാര്യമാണ്. ഷൈൻ ടോം ചാക്കോ വന്നു, ഖേദം പ്രകടിപ്പിച്ചു, ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇനി വിൻസി എന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കില്ലായിരിക്കും. പക്ഷെ നമ്മൾ പൊതുവെ, അതായത് ഈ വാർത്തകൾ പറഞ്ഞവരും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിച്ചവരും വിൻസിയെ പിന്തുണച്ചവരുമെല്ലാം ഷൈൻ ടോം എന്ന വ്യക്തിയെയോ ശ്രീനാഥ് ഭാസി എന്ന വ്യക്തിയെയോ അല്ല ഇവിടെ വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ലഹരി എന്ന വസ്തു നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണ് നിങ്ങളെ അടക്കം പിന്തുണച്ചത്. പക്ഷേ ആ ഒരു പിന്തുണയ്ക്കൊന്നും യാതൊരു വിലയും നിങ്ങൾ കൽപ്പിച്ചില്ല എന്ന് തോന്നി, അല്ലേ ശാരിക? അതെ, തീർച്ചയായിട്ടും പൗർണമി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സംവിധായകൻ വിനയൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇതിന് ശേഷം വിൻസിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഷെയർ ചെയ്തിരുന്നു. മഹാനടനായിട്ടുള്ള തിലകനെ പുറത്താക്കിയത് ഒരു മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും പേരിലല്ല എന്നുള്ള ഒരു രീതി. അങ്ങനെ അവിടെ നടന്ന ആ പവർ ടീമിനെ കുറിച്ച് അല്ലെങ്കിൽ പവർ ടീമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ പുറത്താണ് അതിനകത്ത് അന്നുണ്ടായിരുന്ന പവർ ടീമിൻ്റെ നായകന്മാർ, അവരിന്ന് സിനിമയിലുണ്ടോ നമുക്കറിയില്ല, അദ്ദേഹത്തെ പുറത്താക്കിയത്, ഒരു മഹാനടനെ പുറത്താക്കി കളഞ്ഞത്. അവരുടെ അമ്മ സംഘടനയിൽ നിന്നൊക്കെ ആരാണ് അന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ രോഷപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ സജീവമല്ല, അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു സിനിമയിൽ. ഇത്രയും കഴിവാണ് മാനദണ്ഡമെങ്കിൽ എങ്ങനെ തിലകൻ പുറത്തായി? അതിനുശേഷം അദ്ദേഹം കണക്റ്റഡായി ചോദിച്ചത് ഉറക്കെ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഘട്ടപ്പുറത്തേക്ക് കയറിയിരിക്കുന്ന അവസ്ഥയാണ്. അതിൽ പല പ്രമുഖ നടിമാരും ഉണ്ട്. ഇപ്പോൾ അതിജീവിതയുടെ കാര്യമെടുത്ത് പറയുകയാണെങ്കിൽ അതിജീവിത
തുറന്നു പറഞ്ഞു. അതിജീവിതം എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതിജീവിതയ്ക്ക് 5 വർഷത്തിലൊരിക്കൽ പോലും അതിജീവിതയ്ക്ക് സിനിമകളില്ല. എന്തുകൊണ്ടാണ്? അതിജീവിതം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് സിനിമ കൊടുക്കത്തില്ല? ബട്ട് ഇവർ ആരെയൊക്കെയോ ഭയക്കുന്നു. പ്രത്യേകിച്ചും ഇതിലെ ഫീമെയിൽ ആയിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഫീമെയിൽസ് ആയിട്ടുള്ള ആൾക്കാർ, നടിമാർ, ഈ ആരൊക്കെയോ സിനിമയിലെ പ്രവർത്തകരെ ഭയക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റി തന്നെ ഒരു മെയിൽ കണ്ടന്റ്, മെയിൽ നോമിനേഷൻ കൂടുതലുള്ള അല്ലെങ്കിൽ ബാഹുല്യമുള്ള അവരുടെ ഒരു അധീശത്വത്തിലാണ് നമ്മളുടെ ഒരു സൊസൈറ്റി. അങ്ങനെയാണ് നമ്മളെല്ലാവരും, ഞാനും പൗർണമിയും ഒക്കെ ഉൾപ്പെടുന്ന സമൂഹം അങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത്. അത് സിനിമയിൽ ആ ഡോമിനേഷൻ, യെസ് ദാറ്റ്സ് എ കറക്റ്റ് വേർഡ്, ഡോമിനേഷൻ കറക്റ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഭയം. സോ അത് നമ്മൾ പറയാതെ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇരയാണ് വിൻസി എന്ന് പറയേണ്ടി വരും. കാരണം വിൻസിയിൽ നമ്മളൊരു പവറിനെ കണ്ടിരുന്നു. വിൻസി ഒരു ധൈര്യശാലിയായ പെൺകുട്ടിയാണ് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ വിനയൻ അതിനകത്ത് സൂചിപ്പിച്ചിരുന്നു, വിൻസിയുടെ വായും ഇപ്പോൾ വിൻസി പറഞ്ഞത് തെറ്റായി പോയി അല്ലെങ്കിൽ വിൻസി പറഞ്ഞത് അബദ്ധമായി പോയി എന്ന രീതിയിൽ വിൻസി അവിടെ കിടന്ന് ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റാണ്. കാരണം പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞൊരു നടി, അവര് ഇതുപോലെ ഇവിടുത്തെ പീഡനങ്ങളെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചു. അവർ മോശക്കാരിയായി, അവർ മറ്റേ OMKV ആയി. അത് ഞാൻ ഇവിടെ ഫുൾ ഫോം പറയുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ അങ്ങനെയൊക്കെ വിളിച്ചവരുണ്ട്. സോ അവർ പറഞ്ഞ ആർക്ക് വേണ്ടി അവർ സംസാരിച്ചത്? അവരുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ വേണ്ടിയിട്ടല്ല, അവർക്ക് സിനിമ കിട്ടാത്തോർത്തല്ല അവർ കരഞ്ഞത്. ഷീ ഈസ് വെരി ടാലന്റഡ്. എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ടാലന്റഡ് ആയിട്ടുള്ള, നല്ല ലാംഗ്വേജ് ഉള്ള, നല്ല ധൈര്യശാലിയായിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു അഭിനേത്രിയായിരുന്നു. ബട്ട് അവരെ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അവർ മൂലയിലേക്ക് കൂപ്പുകുത്തുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ബട്ട് അവരുടെ ആ ഒരു മാണിക്യത്തെ കണ്ടെത്തി ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ഒക്കെ മെയിൻ നായകന്മാരോടൊപ്പം അവർ വരുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഷീ ഈസ് ആക്ടിങ് ലൈക്ക് ദാറ്റ്. ബട്ട് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തുകൊണ്ടാണ് മഹാനടന്മാരോടൊപ്പം അവരെ അഭിനയിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ്? എത്രയോ നല്ല സിനിമകൾ ഒരുപക്ഷെ പാർവതി അഭിനയിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നുന്ന സിനിമകൾ ഉണ്ടായിരുന്നു. ചില നടിമാരുടെ അഭിനയം കാണുമ്പോൾ അങ്ങനെ കഴിഞ്ഞുപോയ കുറെ ഉണ്ട്. അവർ പുതുമുഖ നടിമാരെയൊക്കെ തിരക്കിയെടുക്കും. നടിമാര് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ ഒച്ചത്തിൽ പറയുന്നു, സത്യങ്ങൾ വിളിച്ചു പറയുന്നു. അതാ വിൻസി തന്നെ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുക, വിൻസി അല്ല, നമ്മുടെ ഡോക്ടർ എലിസബത്ത്, ക്ഷമിക്കുക, വിൻസിയെ നമുക്കത് പറയാൻ പറ്റില്ല. ഡോക്ടർ എലിസബത്ത് ഉദയൻ പറഞ്ഞിട്ടുണ്ട്, സത്യങ്ങൾ ഉറക്കെ തുറന്നു പറയുന്ന ആൾക്കാരുടെ വായകൾ അടപ്പിക്കുക. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. വിൻസി അലോഷ്യത്തിന് ശരിക്കും ജെന്യുവിനായിട്ട് വല്ലാതെ ഹേർട്ടാക്കിയ ഒരു അനുഭവം തന്നെയായിരുന്നു ഷൈൻ ടോമിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വിൻസി അത് അങ്ങനെ സമൂഹത്തെ അറിയിക്കേണ്ട, അത് ഷൈനിന്റെ ഭാവിയെ ബാധിക്കും, ഷൈനിന്റെ സിനിമകളെ ബാധിക്കും, ഷൈനിന്റെ ഫ്യൂച്ചറിലെ എന്ന് ചോദിക്കുമ്പോൾ വിൻസി ആ പഴയ വീഡിയോ ഒന്ന് എടുത്തു നോക്കുക. അതായത് 3-4 ദിവസം മുമ്പ് വിൻസി പോസ്റ്റ് ചെയ്തൊരു വീഡിയോ എടുത്ത് നോക്കണ്ടേ പൗർണമി? കാരണം വേറൊന്നുമല്ല, അതിനകത്ത് വിൻസി പറയുന്നുണ്ട്, വിൻസിയുടെ മുഖഭാവം കാണുമ്പോൾ നമുക്കറിയാം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെ ഇമോഷണൽ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കില്ല. കാരണം അത്രയും ഹേർട്ടിംഗ് ആയിട്ടാണ് വിൻസി സംസാരിച്ചത്. അപ്പോഴും വിൻസി വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ സിനിമ കൊണ്ടല്ല ജീവിക്കാൻ പോകുന്നത്, എനിക്ക് സിനിമയില്ലെങ്കിൽ ഒരു ചുക്കുമില്ല, അതൊരു പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞ വിൻസി എങ്ങനെ ഇങ്ങനെ കമഴ്ത്തി വെച്ചു പ്ലേറ്റ് എന്ന് ചോദിച്ചാൽ പേടി തന്നെയാണ്. നമുക്ക് വിൻസിയെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അവരൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന, അങ്ങനെ ഭയങ്കര റിച്ച് അല്ലാത്ത, എനിക്ക് തോന്നുന്നു പണത്തിന്റെ പുറത്ത് മറ്റേ സ്വർണ്ണക്കിണ്ടിയുമായിട്ട് വളരാത്തൊരു വ്യക്തിയാണ്. നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അങ്ങനെ ആയതുകൊണ്ടും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും അവർ വിട്ടുവീഴ്ച ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടായിരിക്കാം മേ ബി. കാരണം അവർക്ക് അവരുടെ മുഖം രക്ഷിച്ചല്ലേ പറ്റൂ. കാരണം ഷൈൻ ടോമിന് അത്രയും സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് ഷൈൻ ടോം കൊക്കെയിൻ കേസിൽ നിന്ന് പുഷ്പം പോലെ കോടതിയുടെ കണ്ടുപിടിച്ചറിയാം. കോടതി തന്നെ പറഞ്ഞു. കാരണം കൊക്കെയിൻ വേർതിരിച്ച് അതിന് രാസപരിശോധന നടത്തിയില്ല, പിന്നെ മെഡിക്കൽ പരിശോധന ഷൈനിന്റെയും കൂട്ടാളികളെ നടത്തിയിട്ടില്ല. അന്ന് 8 വർഷത്തിന് മുമ്പ് നടന്ന ആ കേസിൽ നിന്ന് എങ്ങനെയാണ് ഷൈൻ മോചിതനായത്? അതിപ്പോഴും ഷൈൻ്റെ കയ്യിൽ തെളിവില്ല. ഷൈൻ്റെ അമ്മ വളരെ ഘോരഘോരം ഫോണിലൂടെ ചോദിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് തെളിവൊന്നും കിട്ടില്ല. ഗുണ്ടകളെ കണ്ടാണ് അയാൾ പേടിച്ചോടിയത്, ഗുണ്ടകളെ കണ്ടിട്ടല്ല. ഗുണ്ടകളെ കണ്ട് പേടിച്ചോടി പോലും. ഇതൊക്കെ ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത്? ദേവി ഇത് സ്ത്രീ, നിങ്ങൾ ഇനിയെങ്കിലും ഈ പറയുന്ന പോലെ കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരൂ. അതായത് ചുമ്മാ വെറുതെ അവിടെ ഇവിടെയും കിടക്കുന്ന നടിമാരല്ല ഞാൻ പറയുന്നത്. മെയിൻ സ്ട്രീം നടിമാർക്ക് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, മലയാള സിനിമയെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ കളക്റ്റീവായിട്ട് വരൂ. അതിന് ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ എന്തിനാണ് പേടിക്കുന്നത്? ഇങ്ങനെ പേടിച്ചാൽ സംഭവിക്കാൻ പോകുന്ന മലയാള സിനിമയുടെ നാശമായിരിക്കും അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഈ വിൻസിയെ സംബന്ധിച്ചിടത്തോളം ശാരിക, ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്രയും വലിയ രീതിയിൽ ഒരു വാർത്തയാവുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും നടപടികൾ ഉണ്ടാവുന്നു ഒരുപക്ഷെ വിൻസി വിചാരിച്ചിട്ടുണ്ടാവില്ല. അതായത് പുള്ളിക്കാരിക്ക് അന്ന് ജെന്യുവിനായിട്ട് അന്ന് ഫീൽ ചെയ്തൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ താൻ ഒരു നിലപാട് വ്യക്തമാക്കി. ആ നിലപാടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കമന്റുകളും അഭ്യൂഹങ്ങളും വന്നപ്പോൾ അതിനൊരു ക്ലാരിറ്റി എന്നോണം അവർ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറഞ്ഞു. അത് കേട്ടിരുന്ന എല്ലാവരും അത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി, അത് അക്സെപ്റ്റ് ചെയ്തു, അത് അംഗീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ആദ്യം തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു നിയമ നടപടിയായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർ ആ നടൻ്റെ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്ന പേര് വെളിപ്പെടുത്തിയിരുന്നില്ല, അത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുമില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ അവരവിടെ പറഞ്ഞു, ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പല തിരക്കുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്, താൻ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരാതിപ്പെടുള്ളൂ എന്ന്. പിന്നീട് എപ്പോഴോ അവർ തന്നെയാണ് തീരുമാനിച്ചത് പരാതി കൊടുക്കണം എന്ന്. അതിപ്പോൾ IC-യിലാണെങ്കിലും പോലീസിനാണെങ്കിലും ഒക്കെ അവർ തന്നെയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയോ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇവർ കൊടുത്ത പരാതി ലീക്കാവുകയും അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വരികയും ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തിയാണ് ഇവർ പരാമർശിച്ചതെന്ന് പുറത്തു വരികയും ഒക്കെ ചെയ്തു. പക്ഷെ എന്തായാലും നിലവിൽ ഇത്രയും ഒക്കെ കോലാഹലങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും അധികം മീഡിയ സപ്പോർട്ട്, അതിപ്പം വെദർ ഇറ്റ് ഈസ് ഓൺലൈൻ ഓർ സാറ്റലൈറ്റ്, എല്ലാവരുടെയും സപ്പോർട്ട്. കാരണം അവർ ചെയ്യുന്നത്, അവർ പറഞ്ഞത്, അവരുടെ നിലപാട് ശരിക്കും പറഞ്ഞാൽ നാടിനെ നല്ലതാക്കുന്ന അല്ലെങ്കിൽ നാടിന് ഗുണം ചെയ്യുന്ന ഒരു നിലപാടായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അറ്റ് ദ എൻഡിൽ അവർ ഒന്നും വന്ന് ആ നടൻ വന്ന് ഖേദം പ്രകടിപ്പിച്ചപ്പോൾ അവർ ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും പേടിയുണ്ടാവും, അവർക്ക് ഈ ഫീൽഡിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. ഇനി അതല്ല, ഈ ഫീൽഡിൽ നിന്ന് മാറി മറ്റൊരു ജോലി ചെയ്യണമെങ്കിൽ പോലും അത് അതിൻ്റെതായ രീതിയിൽ അവരെ വെറുതെ വിട്ടാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കണ്ട നാളുകളെല്ലാം കണ്ടു വന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ, സിനിമാ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വലിയ വലിയ കൊള്ളരുതായ്മകളെയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും പേടിക്കുന്നത് പോലെ ഒരു പേടി ഉണ്ടായി കാണും. പിന്നെ അത് മാത്രമല്ല, പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുന്നു, ഇത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ? കാരണം ഇവർ രണ്ടുപേരും അഭിനയിച്ച സിനിമയാണ്, അതാണ് ഇനി ഇറങ്ങാനിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഉടൻ തന്നെ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ഈ ഒരു സിനിമ, അപ്പം അതിന് മറുപടിയായിട്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകർ പറഞ്ഞത്, ഇങ്ങനെ ആരെങ്കിലും പബ്ലിസിറ്റി അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ചെയ്യും എന്ന് തന്നെ വേണം പറയാൻ. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിനെ ഒരു ടൂൾ ആക്കിയ കാലമാണ്. അപ്പോൾ അവിടെ ഇതും ഒരു പബ്ലിസിറ്റി തന്നെയാണ്, അല്ലെ ശരി? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ നമ്മുടെ ചർച്ച അങ്ങനെ ഒരു സംശയം നമ്മൾ തമ്പിട്ട് തന്നെ വിട്ടിട്ടുണ്ട് ഒരു ചർച്ച. കാരണം ഇത് ഇവരുടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. കാരണം മറ്റേ നിലപാടില്ലായ്മ എന്നൊക്കെ പറയുന്ന പോലെ മറുകണ്ഠം ചാടി എത്ര മനോഹരമായിട്ടാണ്. സോ മേ ബി ഇനിയിപ്പോൾ ഇവരിപ്പം ഈ പറയപ്പെടുന്ന പ്രശ്നം ഉണ്ടായ സിനിമ ഇറങ്ങുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മേ ബി റിലീസ് ഉണ്ടാവാം. അപ്പൊ തന്നെ ചാടി ഓടി ആൾക്കാർ കാണാമോ, അത്യാവശ്യം മുതൽ മുടക്ക് തിരിച്ചു കിട്ടാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. ഇനിയിപ്പോൾ വേറെ ഈ സിനിമ റിലീസിന് പ്രീ റിലീസിന് മുമ്പായിട്ട് വേറെ പ്രൊമോഷൻ ഒന്നും ഇവർ അണിയറ പ്രവർത്തനം ചെയ്യേണ്ടി വരും. കാരണം എല്ലാവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ വളരെ നല്ല ബുദ്ധിയാണ് എന്തായാലും കാണിച്ചത്. എനിവേ എന്തായാലും സധൈര്യം മുന്നോട്ട് വരികയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് കൊള്ളാം, അത്രമാത്രം.